നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 745th day. Today 25th sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 745 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. തഥായം ചാവതാരസ്തി ഭുവോ ഭാരജിഹീഷയാ, സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. ഓം തത്സത്. തഥായം ചാവതാരസ്തി ഭുവോ ഭാരജിഹീഷയാ, സ്വാനാം ച അന്യഭാവസ്ഥ ഓം ശ്രീകൃഷ്ണായ നമഃ. സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തഥാ അയം അവതാരസ്തി ഭുവോ ഭാരജിഹീഷയ, സ്വാനാം ച അനന്യഭാവാനാം അനുധ്യാനായ ച അസകൃത്. അതായത് തഥാ അപ്രകാരം, തേ നിന്തിരുവടിയുടെ, അയം അവതാര ച, അങ്ങനെയാണ് അത് ചേർത്ത് വയ്ക്കേണ്ടത്. അയം അവതാരജ, ഈ അവതാരവും, അയം ഈ ച എന്ന് പറയും അയം അവതാരജ, ഈ അവതാരവും, ഭുവ ഭൂമിയുടെ, ഭാരജിഹീഷയാം ഭാരത്തെ ഇല്ലാതാക്കാനുള്ള, ഭാരം കുറയ്ക്കാനുള്ള ഇച്ഛ കൊണ്ടാകുന്നു. സ്വാനാം അങ്ങയുടെ സംബന്ധികൾക്കും അങ്ങയുമായി ബന്ധപ്പെട്ടവർക്കും, അനന്യഭാവാനാം അന്യഭാവത്തോട് കൂടാത്തവൻ, അതായത് എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്നവർ, ഞാൻ വേറെ അത് വേറെ എന്ന് വേർതിരിവില്ലാത്തവർക്കും, അസകൃത് എല്ലായ്പ്പോഴും, അനുധ്യാനായ ച അനുധ്യായത്തിനായിക്കൊണ്ട് ആകുന്നു, അതായത് പൂജിക്കാൻ വേണ്ടി ആകുന്നു. അർജുനൻ തുടരുകയാണ്. ബ്രഹ്മാസ്ത്രത്തെ കണ്ട് ഭയന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അർജുനൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുനൻ പറയുകയാണ്, അങ്ങയുടെ ഈ അവതാരവും ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിപ്പിക്കുവാനും, അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്ന, അതായത് ജ്ഞാനികളായിട്ടുള്ളവർക്ക്, ഏകാന്ത ഭക്തന്മാർക്കും നിരന്തരം ധ്യാനിക്കുവാനും വേണ്ടി കരുണയാൽ സ്വീകരിക്കപ്പെട്ട ദിവ്യസ്വരൂപമാകുന്നു. ആ ശ്രീകൃഷ്ണ രൂപം കണ്ടുകൊണ്ട് എപ്പോഴും ധ്യാനിച്ചിരിക്കുവാനുള്ള ഭാഗ്യം ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇപ്രകാരമുള്ള ഒരു സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നത്. മായയെ സൃഷ്ടിക്കുന്നത് ഭഗവാനാണ്. മായയില്ലാത്ത ആ ഭഗവാൻ സ്വരൂപം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ആ ഭഗവാൻ ഈ ശ്രീകൃഷ്ണ രൂപം, അതിമനോഹരമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ രൂപം സ്വീകരിക്കുകയും ഭൂമിയിലുള്ള ദുർജനങ്ങളെ വധിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, മറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് ഒരു അനുപമമായ രൂപം കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടും, ശൂന്യത്തെ ധ്യാനിക്കുന്നത് പ്രയാസകരമാണ്. ഭഗവാന്റെ ഇങ്ങനെയുള്ളൊരു അതിമനോഹരമായ രൂപം ഈ ലോകത്ത് വന്നതുകൊണ്ടാണ് നമുക്കറിയാം എല്ലാ സംഗീതവും എല്ലാ പാട്ടുകളും എല്ലാം തന്നെ ഈ ശ്രീകൃഷ്ണ രൂപത്തെ ഏറ്റവും അധികം ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നത് ഏത് ഇതിലായാലും ഏത് മതത്തിലായാലും ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ
ധ്യാനിക്കുന്നതും പാരായണം ചെയ്യുന്നതും ആയിട്ടുള്ള രൂപം വേറെ ഉണ്ടാവുകയില്ല. എല്ലാ ഭക്തന്മാർക്കും അതീവ പ്രിയമായിട്ടുള്ള ഒരു രൂപമാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം. അപ്രകാരം ഏകാന്ത ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും ഒക്കെ ധ്യാനിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വീകരിച്ച ഒരു മനോഹര രൂപമാണ് ഇത് എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് എന്നെ രക്ഷിക്കണമേ. എന്നെ ഈ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ബ്രഹ്മാസ്ത്രം തടുക്കുവാനും ഒക്കെ അർജുനൻ അറിയാം. എങ്കിലും ആ ഭഗവാന്റെ ഉപദേശത്തോടു കൂടി അത് എപ്രകാരം ചെയ്യണം, ആ ബ്രഹ്മാസ്ത്രം വന്ന് അതിനെ തടുക്കാതെ വിട്ടാൽ അത് ലോകം മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് അപ്രകാരമുള്ള ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്കുന്ന അശ്വത്ഥാമാവിനോട് താൻ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയാതെ ആ ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ് അർജുനൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എത്ര വലിയവനായാലും എത്ര തന്നെ കഴിവുണ്ടായാലും ആ ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നുകൂടി നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത് തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.